കൊല്ലം കുണ്ടറയിലെ റെയിൽവേ പാളത്തിന് കുറുകെ രണ്ടിടത്ത് ടെലിഫോൺ പോസ്റ്റ് വെച്ചു. രാവിലെ 3:30 എത്തുന്ന പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണോ എന്നൊരു സംശയമുണ്ട്. റെയിൽവേ പോലീസ് സ്ഥലത്തേക്കെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്പോട്ടിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ നായർ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കണ്ണൻ, വലിയൊരു അട്ടിമറി ശ്രമമായിട്ടാണ് ഇതിനെ കാണേണ്ടത്? കാരണം മറ്റ് ഒന്നും തന്നെ സംഭവിച്ചില്ല, അത് വളരെ ഭാഗ്യമാണ്. അപ്പോൾ പരിശോധനയുടെ ഭാഗമായി ഇപ്പോൾ എങ്ങനെയാണ്, കാരണം രാത്രിയിലാണ് ഇത്തരമൊരു സംഭവം അറിയുന്നതും അത് വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെ കണ്ടുകൊണ്ടുള്ള നടപടികളും പരിശോധനയൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും സൂചന ഇതിന്റെ പിന്നിൽ ആരെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ലഭ്യമാണോ? ഒരു അട്ടിമറി സംഭവത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ പാതയിലൂടെ ഇന്നലെ പുലർച്ചെ 3 മണിയോടുകൂടി ട്രെയിൻ കടന്നു പോകേണ്ടതാണ്. പാലരി എക്സ്പ്രസ് കടന്നു പോകുന്നതാണ്. ആ പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയതെന്നുള്ളതാണ് സംശയം. അതിനെക്കുറിച്ച് ഇപ്പോൾ റെയിൽവേ മധുര ക്രൈംബ്രാഞ്ച്, അതുപോലെ തന്നെ റെയിൽവേ പോലീസ്, RPF ഈ സംഘങ്ങൾ 3 സംഘങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് മധുര ഡിവിഷന്റെ കീഴിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ മധുര കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മധുര റെയിൽവേ പോലീസാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സംഭവ സ്ഥലത്താണ്. ഈ സംഭവ സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ഇന്നലെ പുലർച്ചെ 1:30 ഒരു ഇരുമ്പ് പോസ്റ്റ് കണ്ടത്. ഇരുമ്പ് പോസ്റ്റ്, അത് പഴയ നമ്മുടെ ഈ ടെലിഫോണിന് വേണ്ടി ഉപയോഗിക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പോസ്റ്റായിരുന്നു. ഈ ഭാഗത്താണ് ആ പോസ്റ്റ് കണ്ടത്. സമീപത്ത് വീട്ടിലുള്ളൊരു ചെറുപ്പക്കാരൻ ഇത് കാണുകയും ലെവൽ ക്രോസിൽ എത്തി റെയിൽവേ ഗേറ്റിൽ വിവരമറിയിക്കുകയുമായിരുന്നു. അതിനുശേഷം എഴുകോൺ പോലീസ് എത്തി ഈ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റി. പിന്നീട് റെയിൽവേ പോലീസ് അവിടേക്ക് വന്നു. റെയിൽവേ പോലീസിന് സംശയമുണ്ടായി. റെയിൽവേ പോലീസ് ഈ പാളത്തിൽ കൂടി നടന്ന് നോക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്തു കൂടി ഈ പോസ്റ്റ് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നുണ്ട്. ചേട്ടാ, ഈ പോസ്റ്റ് എവിടെ നിന്ന് വന്നാന്ന് അറിയാം? മെയിൻ റോഡിന് അങ്ങേ സൈഡിൽ ഇരുന്ന പോസ്റ്റായത്. ഇത് 2-4 പേരെങ്കിലും ഇല്ലാതെ അത് കൊണ്ടുവരാനൊക്കത്തില്ല. ചെറിയ പോസ്റ്റല്ലത്. ആ റോഡ് സൈഡിൽ വർഷങ്ങളായിട്ട് അവിടെ പിഴുത് വെച്ചിരുന്നതാണ്. അത് 3-4 പേര് കൂടി അവിടെ എടുത്തുകൊണ്ടുവന്ന് പാടുതാണ്ട് അവിടെ കിടക്കും, വലിച്ചരിച്ച് കൊണ്ടുവന്നതാണ്. അതായത് കൊല്ലം തിരുവനന്തപുരം ദേശീയപാതയ്ക്ക് എതിർവശത്തിരുന്നതാണ്. 2 ATM ഓപ്പോസിറ്റ്, സ്റ്റേറ്റ് ബാങ്കിന്റെയും കാനറ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഇരുന്ന പോസ്റ്റ്. എന്തെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഇതുവരെ ഇവിടെ ഉള്ളവരായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഉള്ള പിള്ളേരിപ്പോൾ ഇല്ല. ഇത് പുറത്തുനിന്നുള്ള നേരത്തെ മുൻ കരുതി കൂട്ടി അവർ ചെയ്തതാണ്. കാരണം 1:30 വെച്ച് കഴിഞ്ഞ് പോലീസുകാർ വന്ന് എടുത്തു മാറ്റിയതാണ്. വീണ്ടും രണ്ടാമതും എടുത്തു വെച്ചപ്പോൾ അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് അവരന്ന് എടുത്ത് മാറ്റി കണ്ടതല്ലോ. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. അത് തന്നെയാണ് ഒരു സംശയം. കാര്യം ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള സംശയം വരാൻ കാര്യം, ആദ്യം 1:30 ഇത് വീട്ടിലെ യുവാവ് കാണുന്നു. ഈ പാളത്തിൻ്റെ നടുവിലായി ഒരു പോസ്റ്റ് ഇരിക്കുന്നത് കാണുന്നു. അത് റെയിൽവേ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. അവരും റെയിൽവേ പോലീസും എത്തി, എഴുകോൺ പോലീസും എത്തി അത് എടുത്തു മാറ്റുന്നു. പക്ഷേ അതിനുശേഷം ഏതാണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. അല്പം കൂടി മുന്നോട്ട് നടന്നു പോകുന്ന സമയത്താണ് ആ ഭാഗത്തായി വീണ്ടും ഒരു റെയിൽവേ പാളത്തിന് നടുവിലായി ഇതേ ഇരുമ്പ് പോസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അട്ടിമറി ശ്രമം എന്നതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം പോകുന്നത്. പോലീസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാര്യം ഈ പോസ്റ്റിന്റെ ഉൾഭാഗത്തായി ചെമ്പിന്റെ അംശമുണ്ട്. ഈ ട്രെയിൻ കയറി ഇറങ്ങി പോകുമ്പോൾ ആ പോസ്റ്റ് രണ്ടായി പിളരുകയും അതിനുള്ളിൽ നിന്നുള്ള ചെമ്പിന്റെ ഭാഗങ്ങൾ എടുത്തു കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഒരു സംശയമുണ്ട്. പക്ഷേ ഇത് തന്നെയായാലും ഒരു അട്ടിമറി സാധ്യത തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് റെയിൽവേ ക്രൈംബ്രാഞ്ച്, അതുപോലെ തന്നെ റെയിൽവേ പോലീസ് അടക്കമുള്ള വിഭാഗങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ അട്ടിമറി എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ട്രെയിൻ പോയ സമയത്ത് ആ പോസ്റ്റിൽ ട്രെയിൻ തട്ടി എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അത് ട്രെയിൻ അതേ തട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അത് ട്രെയിൻ പോകുന്നതിന് മുമ്പ് തന്നെ 3:30 പാലരുവി എക്സ്പ്രസ് പോകുന്നതിന് മുമ്പ് തന്നെ ആ പോസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമുക്കൊന്ന് സംഭവിച്ചില്ല. പക്ഷേ ഗൗരവമേറിയ ഒരു ഇതാണ് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട സുരക്ഷകൾ. അപ്പോൾ ആ ഒരു ഗൗരവം കാട്ടേണ്ടതായിരുന്നു രാത്രിയുടെ മറവിലാണ്. അപ്പോൾ ഈ പരിശോധന കുറവ്, അവിടെ എങ്ങനെയെങ്കിലും സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി കാണുമ്പോൾ അവിടെ സ്ഥലത്ത് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം നേരത്തെയും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടായതായി നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്താൽ അങ്ങനെ ഒരു സംശയം എന്തിനായാലും ഉണ്ട്. കാര്യം നേരത്തെയൊക്കെ തന്നെ ഇവിടെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പല സമയങ്ങളിലും മദ്യപന്മാരുടെയൊക്കെ തന്നെ ഒരു ശല്യം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ റെയിൽവേ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സമീപത്തെ ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ 2 ചെറുപ്പക്കാർ ഒരു ഹാമറുമായി, ഒരു ചുറ്റികയുമായി മുന്നോട്ട് പോകുന്നതാണ് ആ ദൃശ്യങ്ങൾ ഉള്ളത്. അത് അവരെ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് എന്തിനേലും നടത്തുന്നത്.
നമുക്കിപ്പോൾ ആ സംഭവം ഉണ്ടായ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഞാൻ നിന്ന സ്ഥലത്ത് ആണ് ഈ പോസ്റ്റ് വെച്ചത്. അതിനുശേഷം ഈ ഭാഗത്താണ് ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത് പോസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് നിന്ന് പിന്നീട് വീണ്ടും റെയിൽവേ പോലീസ് ആ പോസ്റ്റ് എടുത്തു മാറ്റുകയായിരുന്നു. ഒരു സാധാരണ എന്തെങ്കിലും മദ്യന്മാരൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഒരു തവണ ചെയ്തു എന്ന് പറയാം. പക്ഷേ തുടർച്ചയായി 2 തവണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊരു അട്ടിമറി ഉണ്ട് എന്നുള്ള സംശയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ് ഈ ട്രെയിനിൽ തട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ അട്ടിമറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ആൾക്കാരെ പിടികൂടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് റെയിൽവേ പോലീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മധുര റെയിൽവേ ക്രൈംബ്രാഞ്ച് കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. വലിയ അപകടമാണ് ഒരുപക്ഷെ ഒഴിവായി പോയത്. ആ കണ്ടതുകൊണ്ട് മാത്രം